അങ്ങനെ കുറേ നാളുകളുടെ കാത്തിരിപ്പിന് ശേഷം നിങ്ങൾക്കൊരു അക്കൗണ്ടന്റ് ജോലി കിട്ടി. അപ്പോൾ ഒരുപാട് ഇൻ്റർവ്യൂകളൊക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ ഒരു ജോലി കിട്ടിയത്. അപ്പോൾ ഭാഗ്യത്തിന് എന്താ വെച്ചാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ഈ ഇൻ്റർവ്യൂവിന് ചോദിച്ചില്ല. പിന്നെ കുറച്ച് കെയർ ഓഫും അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾ ആ ഒരു ജോലിയിൽ കയറി. പക്ഷെ പിന്നീടാണ് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ടെൻഷൻ. കാരണം അവിടെ ഒരുപാട് റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്, അക്കൗണ്ടിങ് റിപ്പോർട്ടുകൾ എടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ബിസിനസ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയർ ഏതോ ആയിക്കോട്ടെ, ഏത് സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിലും എന്താണ്, ഒരു ബിസിനസ്സിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം. അതായത് പ്രധാനമായും റിപ്പോർട്ട്സുകൾ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇത് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് പ്രോപ്പറായിട്ട് നമ്മൾക്ക് ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റില്ല. നിങ്ങളതിന് റെഡിയാണോ? ഒരു അക്കൗണ്ടന്റ് ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുമോ? ഇപ്പം നമ്മുടെ കയ്യിൽ എത്ര ക്യാഷ് ഉണ്ട്, ബാങ്കിൽ എത്ര പൈസയുണ്ട്, എത്ര സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുമുണ്ട്, എത്ര കൊടുക്കാനുണ്ട്, നമുക്ക് എത്ര കിട്ടാനുണ്ട്, ഈ ചോദ്യങ്ങൾക്കൊക്കെ ആൻസർ നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങളോട് ചെന്നിട്ട് ചോദിക്കുകയാണ്, സാറ് ചോദിക്കുകയാണ്, ഇപ്പം നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പൊസിഷൻ എന്താണ് എന്ന് ചോദിക്കുകയാണ്. ഇതെല്ലാം നിങ്ങൾക്ക് ഒരു സോഫ്റ്റ്വെയറിൽ നിന്ന്, ഇപ്പം ടാലിയാണ് എന്ന് വിചാരിക്കുക, ഈ ടാലിയിൽ നിന്ന് നിങ്ങൾക്ക് എടുത്തു കൊടുക്കാൻ നിങ്ങൾ റെഡിയാണോ? റെഡി അല്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് നിങ്ങളൊരു അക്കൗണ്ടന്റ് ജോബിന് പോകേണ്ടത്. അപ്പോഴാണ് നിങ്ങളൊരു പെർഫെക്റ്റ് അക്കൗണ്ടന്റ് ആയി മാറുള്ളൂ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കാരണം നിങ്ങളുടെ ഒരു ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെയാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത്. അതേപോലെ ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യം, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് നടത്തുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെയിൽ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോകൾ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രോപ്പറായിട്ട് അങ്ങോട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല. കാരണം അവർക്ക് കാണുന്തോറും കൂടുതൽ ഡൗട്ട്സുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലൈവ് ക്ലാസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ടുകൾ വേണമെന്നുണ്ടെങ്കിലും ചോദിക്കാം. ഈവൻ ആഫ്റ്റർ ദ കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരെ എനിക്കൊന്ന് മെയിൽ ചെയ്തോളൂ. എൻ്റെ മെയിൽ ID എന്ന് പറയുന്നത് shyamastaliclass@gmail.com ആണ്. അപ്പോൾ ഞാനതിന് റിപ്ലൈ തരും. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മളുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഒരു അക്കൗണ്ടന്റ് ജോലിക്ക് പോകുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞു വെക്കേണ്ടത്, അതായത് എന്തൊക്കെ റിപ്പോർട്ട്സുകളാണ് നമ്മൾ എടുക്കേണ്ടത്, നമ്മളുടെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, ഒരു സ്ഥാപനത്തിലെ അക്കൗണ്ടന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളാണ് നിങ്ങൾ ചെയ്തു തീർക്കേണ്ടത്, അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് അക്കൗണ്ടന്റ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ഏതോ ആയിക്കോട്ടെ, പക്ഷേ റിപ്പോർട്ട്സുകളെല്ലാം എന്താണ്, സെയിം ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഞാൻ കുറച്ച് പോയിന്റ്സുകൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പോയിന്റ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. യു ഷുഡ് നോ വാട്ട് കൈൻഡ് ഓഫ് കമ്പനി ഇൻ വിച്ച് യു ആർ വർക്കിംഗ്. ഇത് വളരെ പ്രധാനപ്പെട്ടുള്ളതാണ്. ഏത് കമ്പനിയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യണത്. അതായത് 3 ടൈപ്സ് ഓഫ് കമ്പനികളുണ്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് കമ്പനിയാണ്. ട്രേഡിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഫിനിഷ് ഗുഡ്സ് വാങ്ങിക്കുന്നു, ഫിനിഷ് ഗുഡ്സ് തന്നെയാണ് നമ്മൾ വിൽക്കുന്നത്. ഇപ്പം നമ്മളൊരു മൊബൈലിൻ്റെ ഷോപ്പാണെന്ന് വിചാരിക്കുക, മൊബൈൽ വാങ്ങിക്കുന്നു, നമ്മൾ മൊബൈൽ തന്നെ വിൽക്കുന്നു. കമ്പ്യൂട്ടറിൻ്റെ ഷോപ്പാണെങ്കിൽ കമ്പ്യൂട്ടർ വാങ്ങിക്കുന്നു, കമ്പ്യൂട്ടർ തന്നെ വിൽക്കുന്നു. അതാണ് ട്രേഡിംഗ് കമ്പനി. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എന്താണ്, മാനുഫാക്ചറിങ് ആണ്. അവിടെ നമ്മൾ എന്താണ്, റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ വാങ്ങിക്കുന്നു, അതിനെ നമ്മൾ ഫിനിഷ് ഗുഡ്സ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു, നമ്മൾ വിൽക്കുന്നത് ഫിനിഷ് ഗുഡ്സ് ആണ് വിൽക്കുന്നത്. ഇനി മൂന്നാമത്തേന്ന് പറഞ്ഞാൽ സർവീസാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ കാറിൻ്റെ സർവീസ്, അതേപോലെ സ്കൂള് കോളേജ്, ഇവിടെയൊക്കെ സർവീസിനാണ് പ്രാധാന്യമുള്ളത്. അപ്പോൾ അതാണ് സർവീസ് ബിസിനസ്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടുള്ളത്. ഇതിൻ്റെ അണ്ടറിൽ വരുന്ന കുറേ സബ് കാറ്റഗറീസ് ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയെക്കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം. അടുത്ത പോയിന്റ് എന്താണ്, ചെക്ക് ദ ഡേ ബുക്ക് ആൻഡ് ഹാവ് ടു ഗോ ത്രൂ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ എൻട്രീസ് വിച്ച് ഹാവ് ഓൾറെഡി ബീൻ മെയ്ഡ്.
നിങ്ങൾ സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് ഒന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിടുത്തെ നിങ്ങൾ എന്താണ് സോഫ്റ്റ്വെയറിലെ എൻട്രീസ് ഒക്കെ എടുത്തിട്ട്, അതായത് ഡേ ബുക്ക്, ഡെയിലി ചെയ്ത ട്രാൻസാക്ഷനൊക്കെ എപ്പോഴും എന്താണ് ഡേ ബുക്കിലാണ് ഉണ്ടായിരിക്കുക. ഇപ്പോൾ ടാലി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡേ ബുക്ക് എടുത്തിട്ട് നമ്മൾ നോക്കണം എന്തൊക്കെയാണ് അവിടെ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളത്. ആ കമ്പനിയിലെ എൻട്രികൾ എങ്ങനെയൊക്കെയാണ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഡേ ബുക്ക് എടുക്കുക എന്നുള്ളത് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ടാലിയിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ. അപ്പം നമ്മൾ ടാലിയുടെ ഈ സ്ക്രീനിലാണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് ഈ ഡേ ബുക്ക് എടുക്കണം എന്ന് വിചാരിക്കുക. നമ്മൾ 3 തരത്തിൽ നമ്മൾക്ക് ഡേ ബുക്ക് എടുക്കാൻ പറ്റും. ഫസ്റ്റിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും വൗച്ചറിൻ്റെ അടിയിലെ ഡേ ബുക്ക്. അപ്പോൾ കെ ആണ് ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഡേ ബുക്കിലേക്ക് പോയി നമ്മളുടെ എൻട്രീസ് എല്ലാം ഇവിടെ നമ്മൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ എൻട്രീസൊക്കെ നമ്മൾക്ക് സിംഗിൾ ആസ്പെക്റ്റിലാണ് നമ്മൾക്ക് ഇവിടെ വന്നിട്ടുള്ളൂ. ആക്ച്വലി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഡബിൾ എൻട്രി ആസ്പെക്റ്റിലല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ഡബിൾ എൻട്രി കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഡബിൾ എൻട്രിയോട് കൂടി കാണണ്ടേ, അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് Alt F1 അടിച്ചാൽ മതി, ഡീറ്റെയിൽഡ്. അപ്പോൾ ഇവിടെ നമുക്ക് 2 ആസ്പെക്റ്റോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു ഡേ ബുക്ക് നമുക്ക് ഇവിടെ കാണാം. ഇനി നമുക്ക് രണ്ടാമത്തെ രീതിയിൽ നമുക്ക് ഡേ ബുക്ക് എടുക്കണം എന്ന് വിചാരിക്കുക. നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് മുകളിൽ ഗോ ടൂലേക്ക് പോവുക. ഗോ ടൂലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടൈപ്പ് ചെയ്താൽ മതി. DA എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്ക് ഡേ ബുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു ഡേ ബുക്ക് നമുക്ക് കിട്ടി. അപ്പോൾ എല്ലാത്തിലും എടുത്താലും ഒരേ സ്ഥലത്തേക്ക് തന്നെയാണ് എത്തുക, പക്ഷേ നമുക്ക് പല വഴിക്ക് പോകാം എന്ന് മാത്രം. ഇനി അടുത്തതായിട്ട് നമ്മൾ എങ്ങനെയാണ് ഡേ ബുക്ക് എടുക്കുക. നെക്സ്റ്റ് ഡേ ബുക്ക് എന്ന് പറയുന്നത് എന്താണ്, ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ്. ഇവിടെ ഏറ്റവും താഴത്തായിട്ട് ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ് ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡേ ബുക്ക് കിട്ടും. അപ്പോൾ 3 രീതിയിൽ നമുക്ക് ഡേ ബുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റും. നിങ്ങൾ എന്താണ് ചെക്ക് ചെയ്യേണ്ടത്, ഈ സോഴ്സ് ഡോക്യുമെൻറ്റിലെ എല്ലാ കാര്യങ്ങളും ഡേ ബുക്കിൽ വന്നിട്ടില്ലേ എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ അതിപ്പോൾ നിങ്ങളിപ്പോൾ ഫസ്റ്റ് ഡേ ചെന്നിട്ട് നോക്കണ്ട, പക്ഷേ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ മുന്നേ ചെയ്തിട്ടുള്ള ആളെല്ലാം നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നോക്കണം ഈ കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടില്ലേ എന്നുള്ളത്. അതായത് ഓരോ സോഴ്സ് ഡോക്യുമെൻറ്റ്, എന്താണ് സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പർച്ചേസിൻ്റെ ഫയൽ ഉണ്ടായിരിക്കും, സെയിൽസിൻ്റെ ഫയൽ ഉണ്ടായിരിക്കും, പേയ്മെൻറ്റ്, റെസിപ്റ്റ്, ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഫയൽസുകൾ, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം. അപ്പോൾ ഇതിലെല്ലാ കാര്യങ്ങളും ഇതിലേക്ക് വന്നിരിക്കണം. അപ്പോൾ നമ്മൾ പ്രോപ്പറായി ഫയലിങ്ങും ചെയ്തിരിക്കണം എന്നർത്ഥം. അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളുടെ മുന്നിലേക്ക് വരുന്ന ബില്ലുകളൊക്കെ ചെതറി മേശപ്പുറത്തും അതേപോലെ തന്നെ വേസ്റ്റ് ബില്ലിലും കിടക്കാതെ ഓരോ ഫയലും അപ്പം എൻട്രി ചെയ്ത് കഴിഞ്ഞ് അതിനെ സ്റ്റേപ്പിൾ ചെയ്ത് നമ്മൾ ഫയലിൽ ആക്കണം. അപ്പോൾ ഇതെല്ലാം ഒരു അക്കൗണ്ടൻ്റ് അയാളുടെ ടേബിൾ എപ്പോഴും എന്താണ് നീറ്റ് ആക്കിയിട്ട് തന്നെ വെക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു ഡേ ബുക്കിലുള്ള എല്ലാ എൻട്രീസും നമ്മുടെ ഈ സോഴ്സ് ഡോക്യുമെൻറ്റിലുള്ള കാര്യങ്ങളെല്ലാം വന്നിട്ടില്ല എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഒരു വീക്കിലോ ഒക്കെ ഈ എല്ലാ ഡീറ്റെയിൽസും ഒന്ന് നോക്കണം. നമ്മൾ ഡെയിലി ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ പാടുണ്ടായിരിക്കില്ല. അപ്പോൾ വർഷാവസാനമാണ് നമ്മുടെ കണക്കുകളൊക്കെ നിങ്ങൾക്ക് കൊടുക്കേണ്ടത് അല്ലേ. നിങ്ങൾക്ക് അറിയാലോ ഓഡിറ്റിങ്ങും ഫൈനലൈസേഷനും ഒക്കെ വരിക എന്താണ്, ഇന്ത്യയിലാണെങ്കിൽ മാർച്ച് 31-നാണ്, നിങ്ങൾ ഗൾഫിലാണ് വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ എന്താണ് ഡിസംബർ 31-നാണ് അവിടെ വരിക. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ ആ വർഷത്തിൻ്റെ തലേ ദിവസമാണോ നമ്മൾ നോക്കുക, അല്ല, നമ്മൾ മുന്നേ തന്നെ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ നമുക്ക് ടൈം കിട്ടില്ല. അപ്പോൾ ഡെയിലി ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീക്കിൽ ഒരു സമയം കിട്ടുമ്പോൾ നമുക്ക് കുറച്ച് സമയം ഇതിലിരുന്ന് കഴിഞ്ഞാൽ നമ്മളെല്ലാം പ്രോപ്പറായിട്ട് നമുക്ക് പോകും. അപ്പോൾ നമ്മൾ ഓരോ ഡേറ്റിലും നമ്മളൊരു പ്രോപ്പർ വർക്കിംഗ് ഷെഡ്യൂൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നർത്ഥം. അതായത് ഇപ്പോൾ ഇന്ന് ചെയ്യേണ്ട കാര്യം നാളെയല്ല ചെയ്യേണ്ടതെന്ന് അർത്ഥം. അപ്പോൾ അപ്പോഴാണ് നമുക്ക് ഒരു ഇതുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ലൈഫിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതേപോലെ തന്നെയാണ് നമ്മളുടെ വർക്കിംഗ് കരിയറിലാണെങ്കിലും നമ്മളെന്താണ് ആ ഒരു ഹാബിറ്റ് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അത് നമുക്ക് ഡേ ബുക്കിലെ എൻട്രീസ് ആണ് നമ്മൾ ചെക്ക് ചെയ്തിട്ട് എടുക്കേണ്ടത്. അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഷുഡ് നോ അബൌട്ട് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൗച്ചേഴ്സ്, ദാറ്റ് ഈസ് പർച്ചേസ്, സെയിൽസ്, കോൺട്രാ എക്സെട്ര. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, നിങ്ങളുടെ മുന്നിലേക്ക് ഓരോ ബില്ലുകൾ വരും അല്ലേ. അപ്പോൾ പർച്ചേസിൻ്റെ ബില്ലുകൾ ഉണ്ടായിരിക്കും. ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നു, 10 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിക്കുന്നു, അത് നമ്മൾ 15-20 രൂപയ്ക്ക് വിൽക്കുന്നു അല്ലേ. അപ്പോൾ ഒരു ബിസിനസ്സിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുക, നമ്മൾക്ക് എക്സ്പെൻസുകൾ ഉണ്ടായിരിക്കും, ഇൻകം ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ എന്താണ് നമ്മൾക്ക് ബാധ്യതകൾ ഉണ്ടായിരിക്കും, അസറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഏതൊരു ലെഡ്ജർ എടുത്താലും ബിസിനസ്സിനെ എന്താണ് നമുക്ക് ബിസിനസ്സിൽ നടക്കുന്ന ആക്ടിവിറ്റീസിനെ നമുക്ക് മൊത്തം 5 ഗ്രൂപ്പായിട്ട് തിരിക്കാം. ഏതൊരു ട്രാൻസാക്ഷൻ എടുത്താലും അതിൽ ഈ ആസ്പെക്റ്റുകളൊക്കെ ഈ ഒരു ഗ്രൂപ്പിൽ പെടുന്നതായിരിക്കും. അതായത് നമുക്കറിയാലോ ഒരു ട്രാൻസാക്ഷൻ പറഞ്ഞാൽ എന്താണ്, അത് 2 ആസ്പെക്റ്റുകൾ ഉണ്ടായിരിക്കും അതിൽ അല്ലേ. ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയ്ക്കല്ലേ നമ്മൾ ഒരു ഇടപാട് എന്ന് പറയുക
അല്ലേ? അപ്പം ഞാനൊരു സാധനം ഒരാളുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ സാധനം എൻ്റെ കയ്യിലേക്ക് വന്നു, അതിന് തത്തുല്യമായ പൈസ അയാളിലേക്ക് പോയിട്ടുണ്ട്. അയാളെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിലോ അയാളിൽ നിന്ന് സാധനം പോയിട്ടുണ്ട്, പൈസ അയാളിലേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് തറവായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ക്ലാസ്സിലെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കും. അപ്പോൾ അതറിയാതെ നമ്മൾക്കൊരു അക്കൗണ്ടൻറ്റ് ജോലിക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റില്ല. അപ്പോൾ ഓരോ ബില്ലുകളും ഏതേത് വൗച്ചറുകളിൽ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കണം. എന്നാലേ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റുള്ളൂ. അപ്പോൾ ഓരോന്നും ഓരോ ഫയലിലായിട്ടല്ലേ വെച്ചിരിക്കണത്. അപ്പോൾ നമ്മളെന്താണ് സാധനങ്ങൾ വാങ്ങിക്കുന്നു, അത് നമ്മൾ വില കൂട്ടിയിട്ട് വിൽക്കുന്നു, ചിലവുകൾ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ വരുമാനം ഉണ്ടായിരിക്കും. ചിലവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരുമാനമുണ്ട് അല്ലേ? അതുപോലെ എന്താണ് അസറ്റ്, ബിസിനസ്സിൻ്റെ ആസ്തികൾ, ബിസിനസ്സിന് എന്തെല്ലാം സ്വന്തമായിട്ടുണ്ടോ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, അസറ്റ് അല്ലെങ്കിൽ ആസ്തികൾ എന്ന് പറയുക. അപ്പോൾ ഉണ്ടെങ്കിൽ അസറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തുണ്ടാവണം, ലയബിലിറ്റീസ് ഉണ്ടാവണം. ബിസിനസ് ആരോടൊക്കെ കടപ്പെട്ടിരിക്കുന്നു. ഞാൻ ആദ്യമായി ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഞാൻ എൻ്റെ ബിസിനസ്സിലേക്ക് മൂലധനമാണ് ആദ്യമായിട്ട് ഇറക്കുക. ഫോക്കസ് ചെയ്യേണ്ടത് ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂടെയാണ്. ബിസിനസ്സാണ് അട്രാക്ഷൻ. അപ്പോൾ ബിസിനസ്സിൽ നിന്ന് കിട്ടി, ബിസിനസ് കൊടുത്തു, ബിസിനസ് വാങ്ങിച്ചു, ഇങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. ഓണറുടെ ഭാഗത്തുനിന്ന് നോക്കാൻ പാടില്ല. അപ്പോൾ ഇതെല്ലാം അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് കാര്യങ്ങളാണ്. ഇതെല്ലാം നമ്മുടെ മൈൻഡിൽ നല്ല രീതിയിൽ ഉറച്ചിരിക്കണം. അപ്പോൾ ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റണം. എന്നാലേ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഒരു അക്കൗണ്ടൻ്റ് ആയിട്ട് പ്രൊമോഷനൊക്കെ കിട്ടി ഒരു ഹൈ ലെവലിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റുള്ളൂ. അപ്പോൾ മുന്നിലേക്ക് വരുന്ന ബില്ലുകളെല്ലാം പ്രോപ്പറായി ഫയൽ ചെയ്ത് ഓരോന്നും ഏതിലൊക്കെ എൻട്രി ചെയ്യണം എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതേപോലെ ആ ബില്ലുകളുടെ ഫോമാറ്റുകൾ മനസ്സിലാക്കിയിരിക്കണം. ഓരോ ബില്ലിനും ഓരോ ഫോമാറ്റാണ്. ഒരു പർച്ചേസ് ബില്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് അറിയണം, അത് പർച്ചേസിൻ്റെ ബില്ലാണെന്ന് അറിയണം. ഒരു സെയിൽസിൻ്റെ ബില്ലാണെങ്കിൽ അത് സെയിൽസിൻ്റെ ബില്ലാണെന്ന് അറിയണം. ഓരോ വൗച്ചറുകളും ഏതിലൊക്കെ എൻട്രി ചെയ്യണം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ടാലിയിലെ ഓരോ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് വൗച്ചേഴ്സ്. ജസ്റ്റ് വി ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ട്രാൻസാക്ഷൻസിൻ്റെ അടിയിൽ വൗച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് വി പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ആരോ കീ അടിച്ചിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ഈ ആരോ കീ അടിച്ചിങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് സ്പീഡ് ഒരുപാട് കുറയും. അതുമല്ല, നിങ്ങൾ ഈ ഷോർട്ട് കട്ട് കീ അടിച്ചിട്ട് എടുക്കുകയാണെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് കാണുന്ന ഒരാൾക്ക് തോന്നും. ആക്ച്വലി അത്രയൊന്നും ഇല്ലെങ്കിലും നമ്മൾക്ക് കാണുന്ന ഒരാളെ അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യണം ഈ ആരോ കീ ഉപയോഗിക്കാതെ ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ചിട്ട്. അപ്പോൾ നിങ്ങളുടെ വർക്കിൻ്റെ സ്പീഡും കൂടും. നമുക്കൊരു 2-3 ദിവസം മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ഇപ്പോൾ വൗച്ചറിനാണെങ്കിൽ വി ആണ്, ഡേ ബുക്കിനാണെങ്കിൽ കെ ആണ്, ബാങ്കിങ്ങിനാണെങ്കിൽ എൻ ആണ്, അതേപോലെ ബാലൻസ് ഷീറ്റിനാണെങ്കിൽ ബി ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണെങ്കിൽ പി ആണ്. ഇങ്ങനെയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ എടുക്കേണ്ടത് നിങ്ങൾക്ക് ഇങ്ങനെ പെട്ടെന്ന് ആ കീ അടിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആരോ കീ അടിച്ചിട്ട് എടുത്തിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ഓരോ വൗച്ചറുകളും ഏതേത് വൗച്ചറുകളിൽ എൻ്റർ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പോൾ ഏത് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ നമ്മളിവിടെ വൗച്ചറാണ് എടുക്കേണ്ടത്. വൗച്ചർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ റൈറ്റിലെ എല്ലാ വൗച്ചർ കീകളും ഇവിടെ കാണിക്കും. അപ്പോൾ നമ്മൾ ഇതൊന്നും ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഓരോ കീകളും എന്താണെന്നുള്ളത് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അപ്പോൾ F1 പറഞ്ഞാൽ ഹെൽപ്പാണ്, ടാലി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. F2 പറഞ്ഞാൽ ഡേറ്റ് ആണ്. F3 പറഞ്ഞാൽ എന്താണ്, കമ്പനിയാണ്. നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അടുത്തത് എന്താണ്, F4 കോൺട്രയാണ്. കോൺട്ര ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, എന്തിനാണ് കോൺട്ര ഉപയോഗിക്കുന്നത്, ബാങ്ക് ഡിപ്പോസിറ്റിനും ബാങ്ക് വിഡ്രോവലും ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോൺട്ര വൗച്ചർ ഉപയോഗിക്കുന്നത്. ബിസിനസ്സിലെ പൈസ എടുത്ത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു, ബിസിനസ്സിന് വിഡ്രോ ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കോൺട്രയിലൂടെയാണ് റെക്കോർഡ് ചെയ്യുക. അതേപോലെ ഇൻ്റർ ബാങ്കിങ് ട്രാൻസാക്ഷൻ നടത്താനും കോൺട്രയിലൂടെയാണ് ചെയ്യുക. ഇനി ബിസിനസ്സിന് ചിലപ്പോൾ ഒരു പെറ്റി ക്യാഷ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും, പെറ്റി ക്യാഷിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന എൻട്രിയും എന്താണ്, കോൺട്രയിലൂടെയാണ് ചെയ്യുക. അടുത്തത് പറഞ്ഞാൽ എന്താണ്, F5 പേയ്മെൻ്റ് ആണ്. എന്താണ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൽ നിന്ന് ക്യാഷോ ചെക്കോ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ചെയ്യേണ്ടത്, പേയ്മെൻറ്റ് വൗച്ചറിലാണ് എൻ്റർ ചെയ്യേണ്ടത്. 1 രൂപ പോയാലും 1 ലക്ഷം രൂപ പോയാലും പേയ്മെൻറ്റ് വൗച്ചറിൽ എൻ്റർ ചെയ്യണം. നെക്സ്റ്റ് എന്താണ്, റെസിപ്റ്റ് ആണ്. ബിസിനസ്സിലേക്ക് ക്യാഷോ ചെക്കോ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് റെസിപ്റ്റ് വൗച്ചറിലാണ് എൻ്റർ ചെയ്യേണ്ടത്. ക്യാഷ് കിട്ടിയാലും ചെക്ക് കിട്ടിയാലും.
ജേണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാഷും ബാങ്കും അല്ലാത്ത ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജേണൽ ഉപയോഗിക്കുന്നത്. പ്രധാനമായും അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സാലറിക്ക് ആണെങ്കിൽ നമ്മൾ ആ മാസം ബുക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക, പിറ്റത്തെ മാസമാണ് കൊടുക്കുള്ളൂ. അപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ച് അതൊരു എക്സ്പെൻസായി വരണം, എന്നാൽ ക്യാഷ് കൊടുക്കുന്നില്ല. അപ്പോൾ സാലറി അക്കൗണ്ട് അറ്റത്ത് സാലറി പേയബിൾ, റെൻറ്റ് അക്കൗണ്ട് അറ്റത്ത് റെൻറ്റ് പേയബിൾ, ഇങ്ങനെ ക്യാഷും ബാങ്കും വരാത്ത എൻട്രീസും ഒക്കെ ഏതിലാണ് ചെയ്യുക? ജേണൽ വൗച്ചറിലാണ് ചെയ്യുക. അടുത്തത് എന്താണ്? F8 പറഞ്ഞാൽ എന്താണ്? സെയിൽസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് സെയിൽസ് വന്നു. അപ്പോൾ F8 പറഞ്ഞാൽ എന്താണ്? സെയിൽസ് ആണ്. അടുത്തത് എന്താണ്? F9 പറഞ്ഞാൽ എന്താണ്? പർച്ചേസ് ആണ്. അപ്പോൾ പർച്ചേസ്, നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്ന എൻട്രി ഏതിലാണ് ചെയ്യുക? പർച്ചേസിലാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് കഴിഞ്ഞാൽ ഇവിടെ F10 അതർ വൗച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വൗച്ചറിന് പുറമേ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട് എന്ന് പറയും. പർച്ചേസ് റിട്ടേൺ ചെയ്യാനാണ് നമ്മൾ ഡെബിറ്റ് നോട്ട് ഉപയോഗിക്കുക. സെയിൽസ് റിട്ടേൺ ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് നോട്ടാണ് ഉപയോഗിക്കുക. അപ്പോൾ ഡെബിറ്റ് നോട്ട് പറഞ്ഞാൽ എന്താണ്? എൻ്റെ ബുക്കിൽ ഞാൻ നിങ്ങളെ ഡെബിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് പാർട്ടിയെ ഇൻഫോം ചെയ്യിക്കാൻ വേണ്ടി അയക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സെയിൽസ് റിട്ടേൺ ആണെങ്കിൽ നമ്മൾ ഏതാണ്? ക്രെഡിറ്റ് നോട്ടിലാണ് എൻ്റർ ചെയ്യുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ നല്ല രീതിക്ക് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓരോ ട്രാൻസാക്ഷനും ഏതേത് വൗച്ചറുകളിൽ ചെയ്യണം എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇനിയിപ്പോൾ ഇവിടെ പർച്ചേസ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പർട്ടിക്കുലേഴ്സ് ആണ് കിടക്കുന്നത്. ഐറ്റം ഡീൽ ചെയ്യുന്ന ഒരു ഫേമാണോ വിചാരിക്കുക? ഇവിടെ ഐറ്റം അല്ലേ വരേണ്ടത്. അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത്? ഇവിടെ റൈറ്റിലായിട്ട് ഒരു ഓപ്ഷൻ കാണും, ചേഞ്ച് മോഡ് എന്നുണ്ട്. Ctrl H അടിച്ചാൽ മതി. ഇവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് ഐറ്റം ഇൻവോയ്സ്, ഇപ്പോൾ അക്കൗണ്ടിങ് ഇൻവോയ്സിലാണ് കിടക്കുന്നത്, ഇത് നമുക്ക് ഐറ്റം ഇൻവോയ്സ് ആക്കിയിട്ട് മാറ്റാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നെയിം ഓഫ് ഐറ്റം കാണും. അപ്പോൾ നമ്മളുടെ ഫേം ഏതാണ് ഡീൽ ചെയ്യണത് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ഇരിക്കുക. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ട്രേഡിംഗ് ആണെങ്കിൽ അവിടെ നമുക്ക് ഐറ്റം ഉണ്ടായിരിക്കും, സർവീസ് ആണെങ്കിൽ നമുക്ക് അവിടെ ഐറ്റം ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതിന് അനുസരിച്ചിട്ടാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കിയാലോ. ഷുഡ് നോ ഹൗ ടു ചെക്ക് ഡെയിലി ക്യാഷ് ബാലൻസ് ആൻഡ് ബാങ്ക് ബാലൻസ്. ഓരോ റിപ്പോർട്ടുകൾ എടുക്കാനും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ പ്രധാനമാണ്, ഒരു ദിവസം വൈകിട്ടാവുമ്പോൾ ബിസിനസ്സിൽ എത്ര ക്യാഷ് ഉണ്ട്. അപ്പോൾ ബിസിനസ്സിലെ സോഫ്റ്റ്വെയറിലെ ക്യാഷും ബിസിനസ്സിൻ്റെ ഡ്രോയിലുള്ള ക്യാഷും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് ടാലിയിലെ ക്യാഷ് ബാലൻസ് ചെക്ക് ചെയ്യുക എന്നുള്ളത് നോക്കാം. ക്യാഷ് ബാലൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഗോ ടുവിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ ഗോ ടു ക്ലിക്ക് ചെയ്തു. ഗോ ടു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്നിങ്ങനെ CA എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ക്യാഷ് ഫോർ ബാങ്ക് ബുക്ക് കോമൺ റിപ്പോർട്ട്സിൽ അത് കാണിക്കും. ഇവിടെ നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് കാണിക്കും ക്യാഷിൻ്റെ ബാലൻസും ബാങ്കിൻ്റെ ബാലൻസും ഇവിടെ കാണിക്കും. 5875 രൂപ ക്യാഷ് ഉണ്ട്, അതേപോലെ 238,750 ബാങ്കിൻ്റെ ബാലൻസ് ഉണ്ട്. അപ്പോൾ ഓരോ ഡേറ്റിലെയും ബാലൻസുകൾ അറിയാൻ നമ്മൾ ഇതാണ് എടുക്കേണ്ടത്. ഇതിപ്പോൾ നമുക്ക് ടോട്ടൽ നെറ്റ് ക്യാഷാണ്. ഇനി നമുക്ക് എത്ര ഓരോ മന്തിലുണ്ടായിരുന്നു ഇങ്ങനെയുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണം വിചാരിക്കുക, ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ കാണിക്കും ക്യാഷിൻ്റെ ലെഡ്ജർ വന്നിട്ടുണ്ട്. വീണ്ടും ഒന്നും കൂടി എൻ്റർ അടിച്ചു. അപ്പോൾ മന്ത് വൈസ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് കിട്ടി. ഓരോ മന്തിലും എത്രയുണ്ട് എന്നുള്ളത് കിട്ടി. എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മന്തിലെ ട്രാൻസാക്ഷൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ പറ്റും. അപ്പോൾ ഇങ്ങനെ നമുക്ക് മന്ത്ലി ക്യാഷുകൾ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഓരോ ഡേറ്റിലും നമ്മൾ വൈകിട്ട് പോകുന്നതിന് മുമ്പേ ക്യാഷ് കറക്റ്റ് ചെയ്തിട്ട് വേണം പോകണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇങ്ങനെയാണ് വ്യത്യാസം ഉണ്ടായിരിക്കുക എന്ന്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ വൈകിട്ട് ചായ കൊണ്ടുവന്നു, അപ്പോൾ പൈസ കൊടുത്തു, പക്ഷെ അത് സോഫ്റ്റ്വെയറിൽ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? കയ്യിലെ ക്യാഷ് കുറയും, പക്ഷേ സോഫ്റ്റ്വെയറിലെ ക്യാഷ് കൂടി നിൽക്കും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ ഒഴിവാക്കാൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ റെക്കോർഡ് ചെയ്യണം. ഇനിയിപ്പോൾ നമുക്ക് ഓരോ ഡേറ്റിലും സെപ്പറേറ്റ് കാണണം വിചാരിക്കുക. അപ്പോൾ അതിന് നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ചേഞ്ച് വ്യൂ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ചേഞ്ച് വ്യൂ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ കാണിക്കും ഡെയിലി ബ്രേക്കപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോ ദിവസത്തെയും ബാലൻസുകൾ നമുക്കിവിടെ കാണിക്കും. 1-ാം തീയതി ഇത്രയുണ്ട്, 2-ാം തീയതി ഇത്രയുണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റും. ഇതേപോലെ തന്നെയാണ് ബാങ്കിൻ്റെ ബാലൻസും നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ബാങ്കിൻ്റെ ബാലൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ബാങ്ക് ബാലൻസ് നമ്മൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ റീകൺസിലിയേഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ ഡെയിലി ചെയ്യാം, മന്ത്ലി ചെയ്യാം. ഇപ്പോൾ നമുക്ക് ടാലി പ്രൈമ പുതിയ വേർഷനിലാണെങ്കിൽ 6.0 നമുക്ക് സെക്കൻഡുകൾ കൊണ്ട് തന്നെ നമുക്ക് റീകൺസിലിയേഷൻ ചെയ്യാം. കാരണം വെച്ചാൽ നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഇതിൽ തന്നെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ പറ്റും. അതായത് ടാലിയും ബാങ്കും നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ പറ്റും. നമ്മൾ മാനുവലി ഒന്നും അടിച്ചു കൊടുക്കേണ്ട ആവശ്യം ഇല്ല. നെക്സ്റ്റ് പോയിന്റ് എന്താ നോക്കിയാലോ. ഷുഡ് നോ ഇൻവെന്ററി മാനേജ്മെന്റ്.
ഒരു സ്റ്റോക്ക് ഡീൽ ചെയ്യുന്ന ഒരു ഫേം ആണെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം നിങ്ങളുടെ ഫേമിൽ എന്തുമാത്രം സ്റ്റോക്ക് ഉണ്ട്, എന്തുമാത്രം സ്റ്റോക്ക് ഉണ്ടായിരുന്നു, എന്തുമാത്രം സ്റ്റോക്ക് പോയിട്ടുണ്ട്, ഇപ്പം കറൻ്റ്ലി എത്ര സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഇൻവെൻ്ററി മാനേജ്മെൻറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് ടാലിയിലെ ഇൻവെൻ്ററി മാനേജ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് സമ്മറി നോക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഇവിടെ ഗേറ്റ് ഓഫ് ടാലിയിൽ തന്നെ എന്താണ് സ്റ്റോക്ക് സമ്മറി എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് കമ്പനി ഒന്ന് മാറ്റിയിട്ടോ, കാരണം ആ ഓൾറെഡി ഉള്ള കമ്പനിയിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കമ്പനി വേറൊരു കമ്പനിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് സ്റ്റോക്ക് സമ്മറി സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റോക്ക് സമ്മറിയിൽ നമുക്കിവിടെ കാണിക്കും ഇവിടെ ഫിനിഷ് ഗുഡ്സ് ആയിട്ട് ഇത്രയുണ്ട് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണിക്കും. അപ്പോൾ നമുക്ക് ഓരോ ഐറ്റത്തിൻ്റെയും സ്റ്റോക്ക്, അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഓരോന്നിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണിക്കും. എത്ര സ്റ്റോക്ക് ഉണ്ട് കയ്യിൽ എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. വീണ്ടും ഒന്നും കൂടി എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് ഐറ്റം എന്ന് കാണിക്കും. വീണ്ടും ഒന്നും കൂടി എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരും. പാർട്ടിക്കുലേഴ്സ് ഉണ്ട്, ഇൻവേർഡ് ഉണ്ട്, ഔട്ട്വേർഡ് ഉണ്ട്, ബാലൻസ് ഉണ്ട്. അപ്പോൾ എത്ര ഉണ്ടായിരുന്നു, എത്ര പോയിട്ടുണ്ട്, എത്ര ഇപ്പോൾ കയ്യിലുണ്ട്, ഇങ്ങനെയുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റോക്കിൻ്റെ റിപ്പോർട്ട് നമ്മൾ വെരിഫൈ ചെയ്യുക. ഇനി ഇതല്ലാതെ നമ്മൾക്ക് സ്റ്റോക്കിൻ്റെ റിപ്പോർട്ട് എടുക്കണമെങ്കിൽ ഇതേപോലെ തന്നെ ഇവിടെ മുകളിൽ ഗോ ടു അടിച്ചു. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്റ്റോക്ക് സമ്മറി എന്ന് പറഞ്ഞിട്ട് അടിക്കാം. ST അടിച്ചാൽ ഇവിടെ നമുക്ക് സ്റ്റോക്കിലുള്ള ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. ഇവിടെ എടുത്ത് നമുക്ക് ഇങ്ങനെയും നമ്മൾക്ക് ഈ ഒരു റിപ്പോർട്ടിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്റ്റോക്കിൽ നെഗറ്റീവ് ബാലൻസുകളൊന്നും ഉണ്ടാവാൻ പാടില്ല, അതാണ് ചെക്ക് ചെയ്യേണ്ടത്. അതായത് വാങ്ങിച്ചതിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ വിൽക്കില്ലല്ലോ. അപ്പോൾ ആക്ച്വലി വിൽക്കില്ല, പക്ഷേ ബില്ല് അടിക്കുന്നിടത്ത് പല വ്യത്യാസങ്ങളും ഉണ്ടായിരിക്കും എന്നർത്ഥം. ചിലപ്പോൾ പർച്ചേസിൻ്റെ ബില്ല് അടിച്ചിട്ടുണ്ടായിരിക്കില്ല, എന്നിട്ട് സെയിൽസിൻ്റെ ബില്ല് അടിച്ചു, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കൂടുതലായിട്ട് കാണിക്കും. അപ്പോൾ അതെല്ലാം എന്താണ് സോഴ്സ് ഡോക്യുമെൻ്റ് വെച്ചിട്ട് ചെക്ക് ചെയ്തിരിക്കണം. അപ്പോൾ ഇൻവെൻ്ററി മാനേജ്മെൻറ്റ് നല്ല രീതിക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് പോയിന്റ് നോക്കിയാലോ. ബി അവെയർ ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് റിപ്പോർട്ട് സച്ച് ആസ് പേയബിൾ ആൻഡ് റിസീവബിൾ. അതായത് കൊടുക്കാനുള്ള ആൾക്കാരും കിട്ടാനുള്ള ആൾക്കാരും എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം. ഏത് ബില്ലിലാണ് കൊടുക്കാനുള്ളത്, എന്നാണ് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞുവെങ്കിൽ എത്ര ദിവസം ഓവർ ഡ്യൂ ആയിട്ടുണ്ട്, ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ജസ്റ്റ് മുകളിൽ ഗോ ടു ക്ലിക്ക് ചെയ്തു. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ബില്ല് പേയബിൾ റിപ്പോർട്ടാണ് എടുക്കേണ്ടത്. ബില്ല് പേയബിൾ സെലക്ട് ചെയ്തിട്ടെടുത്തു. നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണും ഡേറ്റ് ഉണ്ട്, ഇവിടെ പർച്ചേസ് ഉണ്ട്, പാർട്ടിയുടെ പേരുണ്ട്, ഇവിടെ പെൻഡിങ് എമൗണ്ട് ഉണ്ട്, ഡ്യൂ ഓൺ എന്നാണ് ഡ്യൂ ഡേറ്റ്, എത്ര ദിവസം ഓവർ ഡ്യൂ ആയിട്ടുണ്ട്, കൊടുക്കേണ്ട ഡേറ്റ് കഴിഞ്ഞ് എത്ര ദിവസം ഓവർ ഡ്യൂ ആയിട്ടുണ്ട്, ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇത് ഓരോ ഡേറ്റിലും എടുത്ത് നോക്കണം. കൊടുക്കാനുള്ള എമൗണ്ടുകൾ നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ നമ്മൾ കൊടുത്തു തീർക്കണം, അല്ലെങ്കിൽ പെനാൽറ്റിയൊക്കെ വരും, ഇൻട്രസ്റ്റ് പെനാൽറ്റിയൊക്കെ വരും. അപ്പോൾ എന്നാലേ അവർ നമുക്ക് സാധനങ്ങൾ വീണ്ടും നമുക്ക് തരുള്ളൂ. അപ്പോഴേ നമുക്ക് നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റുള്ളൂ. അടുത്തത് എന്താ എടുക്കേണ്ടത്, നമുക്ക് റിസീവബിൾസ് ആണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വീണ്ടും നമുക്ക് എന്താണ് വീണ്ടും നമ്മൾ ഗോ ടു ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്താണ് എടുക്കേണ്ടത്, ബില്ല് റിസീവബിൾ, കിട്ടാനുള്ള ആൾക്കാരുടെ ലിസ്റ്റ്. ഇപ്പോൾ ബില്ല് റിസീവബിൾ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇത് നമുക്ക് കാണിക്കും പാർട്ടിയുടെ പേര്, പെൻഡിങ് എമൗണ്ട്, ഡ്യൂ ഓൺ, ഓവർ ഡ്യൂ ഡേയ്സ്, ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. നെക്സ്റ്റ് പോയിന്റ് നോക്കിയാലോ. ഷുഡ് നോ ഹൗ ടു പാസ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രി സച്ച് ആസ് റെന്റ് പേയബിൾ ആൻഡ് സാലറി പേയബിൾ. അതായത് ഓരോ മന്ത് അവസാനിക്കുമ്പോഴും ഓരോ വർഷമാകുമ്പോഴും അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് പാസ് ചെയ്യണം. അതായത് ഇപ്പോൾ റെൻ്റ് ആണെന്നുണ്ടെങ്കിലും സാലറി ആണെന്നുണ്ടെങ്കിലും നമ്മൾ ആ മാസം കൊടുക്കുന്നില്ല, പിറ്റത്തെ മാസമാണ് നമ്മൾ കൊടുക്കുന്നുള്ളൂ. എന്നാൽ ആ സ്ഥാപനത്തെ സംബന്ധിച്ച് അതെന്താണ് ഒരു എക്സ്പെൻസ് ആയിട്ട് വന്നിരിക്കണം. അതേപോലെയാണ് നമ്മൾക്ക് ചില ഇൻകങ്ങൾ നമുക്ക് കിട്ടാനുള്ളതായിരിക്കും, പക്ഷെ കിട്ടിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് അതൊരു ഇൻകം അല്ലാതെയാകുന്നില്ല. അതേപോലെ കൊടുത്തിട്ടില്ല എന്നുള്ളതുകൊണ്ട് അതൊരു എക്സ്പെൻസ് അല്ലാതെയാകുന്നില്ല. അപ്പോൾ ആ എക്സ്പെൻസ് നമ്മൾ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യണം, പക്ഷേ ക്യാഷ് പോകുന്നില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള വൗച്ചർ, അപ്പോൾ ഇത് ചെയ്യാനുള്ള വൗച്ചറിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ജേണലിലാണ് നമ്മൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി എല്ലാം ചെയ്യുക. അപ്പോൾ ഒരു മന്ത് അവസാനിക്കുമ്പോഴും അതേപോലെ തന്നെ ഇയർ എൻഡിങ്ങിലും ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി പാസ് ചെയ്തിരിക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ടാലി സെലക്ട് ചെയ്തിട്ടെടുക്കാം, വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുക്കാം, ജേണൽ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഈ ജേണലിലാണ് എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി ചെയ്യുക. ഇപ്പോൾ ഓഡിറ്റ് ഫീ ആണ് കൊടുക്കണമെന്ന് വിചാരിക്കുക, ഓഡിറ്റ് ഫീ അടിച്ചു. ഇപ്പോൾ ഓഡിറ്റ് ഫീ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 3000 അടിച്ചു. ഈ ഓഡിറ്റ് ഫീ എന്താണ്, ഓഡിറ്റ് ഫീ ബുക്ക് ചെയ്യണേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ് ഓഡിറ്റ് ഫീ പേയബിൾ. അപ്പോൾ ക്യാഷ് കൊടുക്കുന്നില്ല, ഈ ഒരു എൻട്രി അടിച്ചിട്ട് സേവ് ചെയ്തു.
നെക്സ്റ്റ് മന്തിൽ എന്താണ് ചെയ്യുക? ഓഡിറ്റ് ഫീ അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്, അതായത് ഓഡിറ്റ് ഫീ കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഓഡിറ്റ് ഫീ പേയബിളിനെയാണ് ഡെബിറ്റ് ചെയ്യുക, ക്യാഷിനെയാണ് ക്രെഡിറ്റ് ചെയ്യുക. അങ്ങനെയാണ് ഓരോന്നിനും അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രികൾ പാസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് പോയിന്റ് നോക്കിയാലോ. ഷുഡ് നോ ഹൗ ടു ജനറേറ്റ് ഓൾ അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് ഓഫ് യുവർ ബിസിനസ്. എല്ലാ റിപ്പോർട്ടുകളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കണം. ചെയ്യാൻ അറിയുന്നതിനെക്കാട്ടിലും ഒരു പടി മുന്നിലായിരിക്കണം റിപ്പോർട്ട്സുകൾ എടുക്കൽ. നിങ്ങളുടെ സ്ഥാപനത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട്, എത്ര കൊടുക്കാനുണ്ട്, എത്ര കിട്ടാനുണ്ട്, കയ്യിലിപ്പോൾ എത്ര ക്യാഷ് ഉണ്ട്, ബാങ്കിൽ എത്ര പൈസയുണ്ട്, എത്ര സ്റ്റോക്ക് ഉണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ ഞൊടിയിടയിൽ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. എല്ലാ റിപ്പോർട്ട്സുകളും നമുക്ക് എന്താണ് ഈ ഗോ ടൂൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഗോ ടു അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ റിപ്പോർട്ട്സുകളും ഉണ്ടായിരിക്കും. നമുക്ക് GST റിപ്പോർട്ടുകളുണ്ട്, അതേപോലെ തന്നെ നമ്മൾക്ക് ബാലൻസ് ഷീറ്റ് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്, ഡാബുക്കിലെ റിപ്പോർട്ട്സുകളുണ്ട്, സ്റ്റോക്ക് സമ്മറി ഉണ്ട്, ട്രയൽ ബാലൻസ് ഉണ്ട്. എന്ത് റിപ്പോർട്ടാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഗോ ടു അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ബില്ല് പേയബിൾ, ബില്ല് റിസീവബിൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും നമ്മൾ എടുത്ത് നോക്കണം, നമ്മൾ എത്ര ലാഭം ഉണ്ടാക്കി എന്നുള്ളത് നമുക്ക് അറിയണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ട് എടുക്കാം, ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾക്ക് ഓരോ ഐറ്റത്തിൻ്റെയും നമുക്ക് കാണിക്കും. ഇടതുഭാഗത്തെ എക്സ്പെൻസും വലതുഭാഗത്തെ ഇൻകം ആണ് കാണിക്കുക. നമുക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി എന്നുള്ളത് നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റും. ഇനി നമുക്ക് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് മന്ത്ലി കാണണം, വീക്കിലി ഒക്കെ കാണണം എന്ന് വിചാരിക്കുക. അതിനുവേണ്ടി നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഓട്ടോ കോളം, ഓൾട്ട് N അടിച്ചാൽ മതി. ഇവിടെ നമുക്ക് കാണാൻ പറ്റും. മന്ത്ലി കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ മന്ത്ലി സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഓരോ മന്തായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് കാണും. ഇതേപോലെ തന്നെയാണ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ആസ്തികളുടെയും ബാധ്യതകളുടെയും സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഇടതുഭാഗത്ത് ലയബിലിറ്റിയും വലതുഭാഗത്ത് അസറ്റുമാണ്. അപ്പോൾ ഗൾഫിലാണെന്നെങ്കിൽ ഇതിന് നേരെ ഉൾട്ടയാണ് ഉണ്ടായിരിക്കുക. ഇടതുഭാഗത്ത് അസറ്റും വലതുഭാഗത്ത് ലയബിലിറ്റിയാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മളുടെ ബിസിനസ്സിൻ്റെ ആസ്തികളുടെയും ബാധ്യതകളുടെയും കാര്യങ്ങളാണ് ബാലൻസ് ഷീറ്റിലൂടെ നമ്മൾ അറിയേണ്ടത്. നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കിയാലോ. യു ഷുഡ് ഹാവ് ഗുഡ് കമ്മ്യൂണിക്കേറ്റിംഗ് സ്കിൽ. അപ്പോൾ ഒരു അക്കൗണ്ടൻ്റ് നിലയ്ക്ക് എന്താണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്താണ് ഒരു കമ്മ്യൂണിക്കേഷന്, ഒരു അക്കൗണ്ടൻ്റ് എന്നുള്ള നിലയ്ക്ക് എന്താണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു കമ്മ്യൂണിക്കേറ്റിംഗ് സ്കില്ല് ഉണ്ടായിരിക്കണം. കാരണം ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ഇടപെടാനുള്ളതാണ് അല്ലേ. അപ്പം നമുക്ക് ഓരോ റിപ്പോർട്ടിൽ പല പല ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ടൊക്കെ നമുക്ക് കണക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അവരെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നല്ല രീതിയിൽ, അതായത് നല്ലൊരു ഗുഡ് ബിഹേവിയർ ആയിരിക്കണം എന്നർത്ഥം. ആരെയും വെറുപ്പിക്കാതെ നമുക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം സൗമ്യമായിട്ട് പറഞ്ഞ് അതായത് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തിട്ട്, അപ്പോൾ അതിനെല്ലാം ഒരു രീതി ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു രീതിയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേറ്റിംഗ് സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു അക്കൗണ്ടൻ്റ് ആവാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അല്ല നിങ്ങൾ ഓൾറെഡി ഒരു അക്കൗണ്ടൻ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും എന്താണ് ഈ ഒരു സ്കിൽസൊക്കെ നിങ്ങളെന്താണ് വീണ്ടും വീണ്ടും നിങ്ങളെന്താണ് ജനറേറ്റ് ചെയ്തിട്ട് എടുക്കും വേണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.